അഹന്തയ്ക്കും അഹങ്കാരത്തിനും ദുർഭരണത്തിനും എതിരായിട്ടുള്ള കനത്ത വിധിയാണ് കേരള ജനത നൽകിയിരിക്കുന്നത്. UDF തരംഗം കേരളത്തിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുന്ന ഫലമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് നിയമസഭയിൽ ഉണ്ടാകും. നിയമസഭയിലും ഈ ഭരണത്തെ ആട്ടിപ്പായിക്കാൻ ജനം തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഇത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും നല്ല വിജയമാണ് ഐക്യജനാധിപത്യ മുന്നണി നേടിയിരിക്കുന്നത്. ഈ വിജയത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം, അത് ഞാൻ എല്ലാ പ്രവർത്തകരെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇത്തരം അത്യുജ്വലമായ വിജയം നേടിയതിന് നേതാക്കളെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു, നേതാക്കളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. അതിന്റെ എല്ലാം പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. തെരഞ്ഞെടുപ്പ് ദിവസം പോലും മുഖ്യമന്ത്രി നടത്തിയ പരാമർശം വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിനുള്ള മറുപടിയാണ് ജനം നൽകിയിരിക്കുന്നത് കൃത്യമായിട്ട്. അപ്പോൾ ജനത സൂചിപ്പിച്ചത് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെ മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്നുള്ളത് ഇപ്പം കേരളത്തിലെ ജനങ്ങൾ ഒന്നുകൂടി ചിന്തിക്കും. ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി തങ്ങൾക്കെതിരാണെന്ന് മനസ്സിലാക്കിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. അതല്ലെങ്കിൽ തീരെ ഇത് ജനങ്ങളുടെ മനസ്സിനെ കുറിച്ച് അറിയില്ല. ഇതാണ് കൃത്യമായിട്ടും പറയാനുള്ളത്. സർക്കാരിന് ഇനി ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ വളരെ വ്യക്തമാണ്, കേരളത്തിൽ UDFന്റെ അതിശക്തമായ തിരിച്ചുവരവാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്.